നമ്മൾ കൊടുക്കുന്നൊരു ഐഡിയ എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് കലക്കണം എന്നുള്ളതല്ല, പക്ഷെ കുടുംബത്തിനകത്ത് ജനാധിപത്യം കൊണ്ടുവരണം. അത് നമ്മുടെ സ്ത്രീകളുടെ മാത്രമല്ല, കുട്ടികൾക്കും എല്ലാവരും കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനും എല്ലാവരുടെയും കൂടെ ഇത് കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം എന്നുള്ളതായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്ന സന്ദേശം പോലെ കൊടുത്തിരുന്നത്. അത് 85 നെയ്റോബി കോൺഫറൻസിൽ സ്ത്രീകളുടെ ഗാർഹിക അധ്വാനത്തെ പറ്റിയുള്ളൊരു കണക്ക് ഉണ്ടായിരുന്നു. അത് ന്യൂയോർക്കിലുള്ളൊരു വനിതാ സംഘടനയാണ് കൊടുത്തത്. അവർ പറഞ്ഞു കേട്ടപ്പോൾ എന്ന് വെച്ചാൽ 3-ൽ 2 അധ്വാനവും ചെയ്യുന്ന സ്ത്രീകളാണ്. അവരുടെ പേരിലുള്ള വരുമാനം എന്ന് പറയുന്നതാകട്ടെ 10-1, അവരുടെ പേരിലുള്ള സ്വത്ത് 100-1. അധികാരം കയ്യിൽ കിട്ടാതെ സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എടശ്ശേരി പറഞ്ഞല്ലോ, അധികാരം കൊയ്യണം ആദ്യം ഞാൻ, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്നാണ് എടശ്ശേരി ചെയ്തത്. നമ്മുടെ കവികൾ, നമ്മുടെ മലയാളത്തിലെ അവരൊക്കെ എത്ര ദാർശനികമായി ചിന്തിക്കുന്നതായിരുന്നു എന്നുള്ളത് കുമാരനാശാൻ്റെയും എത്ര കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്തൊരു സ്ത്രീപക്ഷ കവിതയെന്നറിയോ. അങ്ങനെ പോയപ്പോൾ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളെ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി. 2 പേരാണ് അല്ലാതെ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് അത് കൊല്ലണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ കൊന്നുപോയത്. ബാക്കി എല്ലാം എങ്ങനെയെന്നറിയാമോ, കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റി ചാടി, കുഞ്ഞ് മരിച്ചു, അമ്മ മരിച്ചില്ല. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൊലപാതകിയാണ് അമ്മ.